Are you affirming that you think President Trump is a fascist? I've spoken about... That's okay. You can just say yes. Okay. So, All right. okay. Yeah. It's easier. It's easier than explaining it. I don't mind. ഇതുപോലത്തെ ഒരു കൂടിക്കാഴ്ച, അതായത് ട്രംപും മംദാനിയും നമ്മുടെ നാട്ടിലോട്ട് എടുത്തു കഴിഞ്ഞാൽ മോദിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഇതുപോലെ ഒന്ന് ഇരുന്ന് സംസാരിക്കും. പോട്ടെ, ഒരു റൂമിൽ പരസ്പരം ഒന്ന് സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് കോൺഫറൻസിൻ്റെ മുമ്പിൽ രണ്ടുപേർക്കും നിന്നിട്ട് സംസാരിക്കാൻ പറ്റും. രാഹുൽ ഗാന്ധിക്ക് പറ്റും, പക്ഷെ നമ്മുടെ 56 ഇഞ്ചിൻ്റെ കിടുങ്ങാമണി വിറയ്ക്കും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മൾ 56 ഇഞ്ച് ഇങ്ങനെ കാണിക്കുക എന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ 56 ഇഞ്ചിൻ്റെ ഉള്ളിലുണ്ടല്ലോ 2 ഇഞ്ചിൻ്റെ ധൈര്യം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. സ്ക്രിപ്റ്റ് എഴുതി വെച്ച ഗോദി മീഡിയക്ക് മുമ്പിൽ പോയി ഇരുന്നിട്ട് വലിയ വലിയ വീരവാദങ്ങൾ തള്ളുമ്പം അത് കേട്ടിട്ട് വാവ് മോദിജി വാഹ് 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 എന്ന് പറയുന്ന കുറേ ഗോദി മീഡിയക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ നമ്മുടെ മോദിജിക്ക് പറ്റും. അതല്ലാണ്ട് ഒരു പത്രത്തിൻ്റെ മുമ്പിൽ ഒരു കോൺഫറൻസിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിന് മുമ്പിൽ വന്നിട്ട് തുറക്കാൻ നമ്മുടെ മോദിജിനെ കൊണ്ട് പറ്റില്ല. പണ്ട് പറ്റിയിരുന്ന കാലത്ത് വെള്ളം കുടിപ്പിച്ച് വിട്ട ആളുകൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് മോദിജിക്ക് അതിപ്പോഴൊരു പേടി സ്വപ്നം തന്നെ. അതായത് ഏത് ഉറക്കത്തിൽ മോദിജി പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഞെട്ടി ഉണരുന്ന മോദിജിയാണ് നമ്മുടെ മോദിജി. ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. ഇന്നലെ സൊഹ്റാൻ മംദാനിയും അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ ഒരു പോർഷനാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംദാനിനോട് ചോദിക്കുകയാണ്, അവിടെ കൂടിയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആണ്, ഓപ്പൺ കോൺഫറൻസ് പ്രസ്സാണ്. പ്രസ് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിട്ടുള്ള ആളാണ്, അതായത് അമേരിക്കൻ പ്രസിഡൻ്റാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്, അതിപ്പോഴും അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ Are you affirming that you think President Trump is a fascist? I've spoken about... That's okay. You can just say yes. Okay. So, All right. okay. Yeah. It's easier. It's easier than explaining it. I don't mind. മംദാനിനോട് അല്ലെങ്കിൽ മംദാനിൻ്റെ പുറത്ത് തട്ടിട്ട് അത് പറയാനൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ, അത് മംദാനി പറഞ്ഞത് അത് പറഞ്ഞതുകൊണ്ടും എൻ്റെ മുമ്പെന്നാണ് പറഞ്ഞത് എന്ന് അല്ലെങ്കിൽ പറയുന്നത് എന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെക്കണ്ട, അതെനിക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ കാണിച്ച അല്ലെങ്കിൽ ട്രംപ് കാണിച്ച ഗഡ്സും അതേ ട്രംപിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് അതേ എന്ന് പറയാൻ മംദാനി കാണിച്ച ഗഡ്സും ഇതാണ് ജനാധിപത്യം, അല്ലെങ്കിൽ ജനാധിപത്യത്താൽ ഡെമോക്രസി തിരഞ്ഞെടുത്ത രണ്ട് നേതാക്കൾ തമ്മിലുള്ള സംസാരം, പ്രസ്സിനോട് അവർ അഡ്രസ്സ് ചെയ്യുന്ന സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്വപ്നത്തെ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ മോദിജിയും. ഇതുപോലെയല്ല, നമ്മൾ ഇപ്പം മംദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ന്യൂയോർക്ക്, അമേരിക്കയിലെ ഒരു സിറ്റി, ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു മേയർ മാത്രമായിട്ടുള്ള ഒരാൾ, അതായത് ഒരുപാട് വട്ടം ട്രംപിനെ അധിക്ഷേപിച്ചിട്ടുള്ള ആൾ, അതായത് ട്രംപ് ഫാസിസ്റ്റാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള നയങ്ങളാണെന്ന് പച്ചക്ക് പറഞ്ഞിട്ടുള്ള ആൾ. അതേപോലെ തന്നെ മംദാനി വന്നു കഴിഞ്ഞാൽ അവൻ വെറും ഒരു ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരിക്കലും നിങ്ങൾ മംദാനിനെ വിജയിപ്പിക്കരുത്, വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യൂയോർക്കിന് തരുന്ന ഫെഡറൽ ഫണ്ട് വരെ വെട്ടിച്ചുരുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ്. ഇന്നലത്തെ ഇവരുടെ രണ്ടുപേരുടെ മീറ്റിങ്ങിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. Great meeting, a really good, very productive meeting. We have one thing in common. We want this city of ours that we love to do very well. And I wanted to congratulate the mayor. He really ran an incredible race against a lot of smart people. I think you're going to have hopefully a really great mayor. The better he does, the happier I am. I will say there's no difference in party. There's no difference in anything. And we're going to be helping him to make everybody's dream come true, having a strong and very safe New York. And congratulations, Mr. Mayor. Thank you, Mr. President. Thank you. I appreciate it. Please. I appreciated the meeting with the president, and as he said, it was a productive meeting focused on a place of shared admiration and love, which is New York City, and the need to deliver affordability to New Yorkers, the 8.5 million people who call our city their home, who are struggling to afford life in the most expensive city in the United States of America. We spoke about rent, we spoke about groceries, we spoke about utilities, we spoke about the different ways in which people are being pushed out, and I appreciated the time with the president, I appreciated the conversation, I look forward to working together to deliver that affordability for New York. പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ന്യൂയോർക്കിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ന്യൂയോർക്കിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു മേയറാണ് മംദാനി എന്നിട്ട് നമ്മുടെ ട്രംപ് പറയാണ്. അതുപോലെ തന്നെ തിരിച്ച് ട്രംപിൻ്റെ പല കാര്യങ്ങളോടും യോജിപ്പില്ലെങ്കിലും ന്യൂയോർക്കിലെ ക്രൈം റേറ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ ന്യൂയോർക്കിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഞാനും അതുപോലെ തന്നെ ട്രംപും കൂടെ നിന്നിട്ട് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ മംദാനി. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇത് ഒരു പശ്ചാത്തലമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നേരെ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫാസിസം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും പറയണ്ടല്ലേ മോദി ഫാസിസ്റ്റാണ്, മോദി ഫാസിസ്റ്റ് ഭരണാധികാരിയാണ്, നമ്മുടെ BJP ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഇന്ത്യനാക്കി മാറ്റുന്നതൊക്കെ പറയുന്നതിൽ
പറയുമ്പോൾ വളരെ സിമ്പിളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി രാജ്യത്തെ സകല മീഡിയനും വിലക്കെടുത്തിട്ട് പാർട്ടി എന്താണോ പറയാൻ വിചാരിക്കുന്നത് അത് മാത്രം പുറത്തോട്ട് വിടുന്നൊരു മീഡിയ. നമ്മുടെ ഗോദി മീഡിയയുടെ കാര്യമാണ്, നാഷണൽ മീഡിയയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത മീഡിയകൾ 100-ൽ 1-2 നിങ്ങൾക്ക് എടുത്ത് പറയാനുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അണ്ടറിൽ പോയിട്ടുള്ള നമ്മുടെ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു നാടായി മാറി നമ്മൾ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുള്ള ശബ്ദമായിട്ട് അവനെ തൂക്കിയെടുത്ത് ജയിലിലിടുന്ന കാലം. വാ തുറക്കാൻ പാടില്ല. അതായത് നമ്മുടെ നാട്ടിൽ നാഷണലിസ്റ്റ് അതുപോലെ പാട്രിയോട്ടിസ്റ്റ് 2 ടൈപ്പ് സംഭവങ്ങളുണ്ട്. നമ്മുടെ തീവ്ര വലതുപക്ഷക്കാരൊക്കെ നാഷണലിസ്റ്റാണ്. ഇത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പമാണ്. അവരൊരിക്കലും രാജ്യത്തിൻ്റെ ഒപ്പമല്ല. അത് ആൻറ്റി നാഷണൽ, അത് ഫേക്ക് നാഷണലിസ്റ്റ് ആണത്. അവരെന്ന് പറഞ്ഞത് ഓൾവേസ് അവർ നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിൻ്റെയും കൂടെ. അവരൊരിക്കലും ഈ പറഞ്ഞ പാർട്ടിയോ ഈ പറഞ്ഞ നേതാവ് രാജ്യത്തിന് ചെയ്യുന്ന ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർ മിണ്ടില്ല. നല്ലതിനെ പറ്റി അവർക്കൊന്നും സംസാരിക്കാനില്ല. അവർ അന്ധഭക്തരായിരിക്കും. നാഷണലിസ്റ്റ് എന്ന് പറയുന്നത് സെയിം തിരിച്ച് പാട്രിയോട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുക. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടിയിട്ടോ അല്ല അവർ സംസാരിക്കുക. അവരെപ്പോഴും സംസാരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. രാജ്യം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പാർട്ടി എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാക്കൾ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം സംസാരിക്കുന്നവരാണ് പാട്രിയോട്ടിസ്റ്റ്. അതാണ് നമ്മുടെ നാട്ടിലെ തീവ്ര സംഘീസം എന്ന് പറഞ്ഞാൽ അവർ നാഷണലിസ്റ്റാണ്. അവരൊരിക്കലും പാട്രിയോട്ടിസ്റ്റ് അല്ല. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. നമ്മുടെ നാട് അങ്ങനത്തെ ഒരു നാഷണലിസ്റ്റ് ആളുകൾ കുറേ വന്ന് അവർ വെച്ച് പൊറപ്പിച്ചിട്ടുള്ള കുറേ പാർട്ടിയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കൾ രാജ്യം ഭരിക്കുമ്പോഴാണ് അത് ഫാസിസമായിട്ട് മാറുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നമ്മുടെ എല്ലാ നിങ്ങളെടുത്ത് ഏതൊരു ഇന്ത്യൻ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ അണ്ടറിലായി അതാണ് ഫാസിസം. അതായത് മൊത്തം കോർട്ട് നമ്മൾ എടുക്കുക, സുപ്രീം കോടതി വരെയുള്ള കോർട്ടുകൾ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള NIA, നമ്മുടെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ CBI, നമ്മുടെ പോലീസ്, നമ്മുടെ സകല സിസ്റ്റം, ഏറ്റവും വലിയ ബയാസ്ഡ് ആവാതെ നിൽക്കേണ്ട നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ വരെ ഈ ഒരു പാർട്ടിയുടെ ഈ ഒരു നേതാവിൻ്റെ അണ്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാസിസ്റ്റായി. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു ഫെഡറൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, പഠന റിപ്പോർട്ട്. ഇന്ത്യയാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഡെമോക്രസിയുടെ കാര്യത്തിൽ. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യം അങ്ങനെയാണ്. ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രി ഒരു ധൈര്യത്തോടു കൂടി പ്രസ്സിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യാൻ വരാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ 100 ചോദ്യങ്ങൾ ചോദിക്കും. ഗോദി മീഡിയ അല്ലാത്തവർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഇല്ല, ഞാൻ പെട്ടുപോകും എന്ന് പൂർണ്ണ ബോധ്യമുള്ള നമ്മുടെ ഭരണാധികാരി. അതുകൊണ്ട് തന്നെ 12 വർഷമായിട്ട് മുന്നോട്ട് കടന്നു വരാത്ത ഒരു ഭരണാധികാരി. സത്യമല്ലേ? ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ ട്രംപ് തീവ്ര വലതുപക്ഷക്കാരനാണ്. എങ്കിലും ഇത്രയും കാര്യങ്ങൾ മംതാജിനെ പറ്റി ഇത്രയും സംസാരിച്ചിട്ട്, വെറും ഒരു മേയറെ പറ്റി ഇത്രയും സംസാരിച്ചു, മേയറും തിരിച്ച് സംസാരിച്ചു, എന്നിട്ട് 2 പേര് ഒരുമിച്ച് വന്ന് രാജ്യത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നന്നാക്കാൻ എന്ത് നമ്മൾ ചെയ്യണം എന്ന് പരസ്പരം സംസാരിക്കാൻ കാണിച്ചിട്ടുള്ള ഗഡ്സ്, അത് 56 ഇഞ്ചിനില്ല, വെറും 2 ഇഞ്ച് ഗഡ്സ് പോലും ഇല്ലാത്ത നമ്മുടെ ഭരണാധികാരി. അതാണ് നമ്മുടെ മോദിജി എന്ന് പറയുന്നത്. സത്യമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. എപ്പോഴെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും നമ്മുടെ മോദി ഒരുമിച്ച് നിന്ന് സംസാരിക്കുമോ? ഇല്ല. കാരണം ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഹിന്ദുത്വ, ഞങ്ങളുടെ രാമരാജ്യം, ഹിന്ദു രാജ്യം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം രാജ്യത്തെ ആൾക്കാർ എന്തായാലും ന്യൂനപക്ഷം എന്തായാലും രാജ്യം കൂപ്പുകുത്തി നമ്മുടെ ഫോറിൻ പോളിസീസ് എത്ര മോശമായാലും ഒന്നുമില്ല, നിർത്തി. നമ്മൾ ഇന്നലത്തോടു കൂടി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി. എന്തൊക്കെ ആയിരുന്നു മോദിജി, അതാക്കും മോദിജി മലത്തും തിരുത്തും ഉടത്തും എന്ന് പറഞ്ഞിട്ടുള്ള എവിടെ സംഘി കുഞ്ഞുങ്ങളൊക്കെ എന്തൊക്കെ ആയിരുന്നു നിങ്ങളുടെ തള്ള്. അമേരിക്കനെ മലത്തുന്നു, ഇരുത്തുന്നു, കുത്തുന്നു, ചത്തുന്നു, അവസാനം അപ്പം അവനായി ശവമായി കിടക്കുന്നുണ്ട് അവിടെ. ഇന്നലത്തോടു കൂടി കംപ്ലീറ്റ് നമ്മൾ നിർത്തി. നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്ന് നിർത്തി, തിരിച്ച് അമേരിക്കയിലോട്ടാക്കി. അമേരിക്ക പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ തുള്ളി നമ്മൾ കളിച്ചു. അമേരിക്ക പറയുന്ന പോലെ മോദി തുള്ളി നമ്മൾ റഷ്യൻ എണ്ണ സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒലത്തിയ മണ്ണാകട്ട. അല്ല പിന്നെ ഇതാണ് നമ്മുടെ നാട്. അപ്പം ഇനിയെങ്കിലും സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പോകുന്നത് വലിയ മെച്ചത്തിലല്ല, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. മനസ്സിലാക്കുക. നിൻ്റെയൊക്കെ ഇപ്പോൾ പട്ടിണിയാ നീ, കുറച്ചുകൂടി കഴിഞ്ഞാൽ വായു പോലും ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ത്യ മാറും. അപ്പം നീയൊക്കെ പഠിക്കും ശ്വാസം മുട്ടുമ്പോൾ ട്ടാ.